സത്യം ആന്റി, എന്റെ കയ്യിൽ നിന്ന് ഒരു രഹസ്യം പുറത്തു പോയിട്ടില്ല. അതിന് നിനക്കെന്ത് രഹസ്യം അറിയാവുന്നത്? അല്ല, ആനന്ദേട്ടന്റെ കാര്യം. ആനന്ദേട്ടന്റെ കാര്യോ? എന്തേ, അവൻ എവിടെയാന്ന് നിനക്കറിയോ? അയ്യോ, അതൊന്നും അല്ല ആന്റി. പിന്നെ ദേ നോക്ക്, ആവശ്യമില്ലാത്തതൊന്നും വിളിച്ചു പറയരുത്. അറിയാലോ, തൃച്ചംബരത്തെ ചുമരുകൾക്ക് പോലും കാതുകളുണ്ടെന്ന്. ഏതായാലും നന്ദന നമ്മളെ സംശയിച്ചു തുടങ്ങി. അതാ നിന്നെ ഇരുത്തി ഊട്ടി രഹസ്യങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കിയത്. സൂക്ഷിക്കണം. ഇനി ഇങ്ങനെ എങ്ങാനും ഞാൻ കണ്ട പിന്നെ തൃച്ചംബരത്ത് നിന്നെ ഞാൻ അടുപ്പിക്കില്ല. അയ്യോ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവൂല ആന്റി. ആന്റിയുടെ തലയെ തൊട്ട് സത്യം. ഒന്ന് പോയേ നീ. ഒന്നാമത് ഞാൻ അടിമുടി പെരുത്ത് നിക്ക. അതിനിടയിൽ അവളുടെ ഒരു സത്യം. അല്ല ആന്റി, ആനന്ദേട്ടനെ ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയത്? അത് തന്നെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ, ആരായിരിക്കുമെന്ന്. എനിക്കൊരു സംശയം ആന്റി. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. ഏ ഉണ്ട്. എനിക്ക് പല സംശയങ്ങളുണ്ട്. അതിൽ ഒരു സംശയം ഞാൻ പറയാം. ഏതായാലും നാഗമഠത്തെ ഗംഗയും പ്രിയങ്കയും ഒന്നും ആയിരിക്കത്തില്ല. പിന്നെ ആ ഗിരിരാജവർമ്മ. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പറഞ്ഞു കേട്ടത് വെച്ച് ആളു ഭയങ്കര പേടിത്തൊണ്ടനാ എന്നാ തോന്നുന്നേ. അമ്മാവനും അനന്തരവളുമാരും ഇടയ്ക്കിടയ്ക്ക് ആന്റിയും തമ്മിലുള്ള ഗൂഢാലോചന കണ്ട ഇപ്പൊ തോക്കെടുത്ത് എല്ലാത്തിനെയും പടപടാന്ന് വെടിവെച്ചിടുമെന്ന് തോന്നുന്നു. ഒന്നും നടക്കത്തില്ല. കമ്മിറ്റിയുണ്ട്, കാര്യമൊന്നും നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥിതിയാ. പിന്നെ എനിക്ക് സംശയം മറ്റവരെയാ. മറ്റവരെയോ? അതാരാ? തമിഴ്നാട്ടിന്നും ആന്ധ്രാപ്രദേശിന്നും ആസാമിന്നും സംഘം ചേർന്ന് ഒരു പറ്റം ഭീകരന്മാർ വരാറുണ്ട്. അവരുടെ കയ്യിലെ ആയുധം ചാക്കാണ്, ചാക്ക്. അതെ ആന്റി, അവർ തന്നെ പിള്ളാരെ പിടുത്തക്കാര്. അവര് തവളകളെ പിടിക്കുന്ന പോലെ പിള്ളാരെ പിടിച്ച് ചാക്കിലാക്കി കൊണ്ടുപോയി കണ്ണും കയ്യും കാലും ഒക്കെ വികൃതമാക്കി പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനും കൊണ്ടങ്ങിരുത്തും. അവരാണ് ആനന്ദേട്ടനെ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഇന്ന് കൊല്ലുപോയി. കൊല്ലട്ടെ. ഇനി നീ വാ തുറന്നുണ്ടല്ലോ. എന്താ പ്രിയങ്കേ? ആന്റി, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. പറയ്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഹലോ, വ്യക്തമാവുന്നില്ലല്ലോ. പ്രിയങ്ക ഏതെങ്കിലും യാത്രയിലാണോ? ഹലോ. അല്ല ആന്റി, റേഞ്ചിന്റെ പ്രശ്നം. ഹലോ ഹലോ. അയ്യോ, ആ ഫോൺ വന്നതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. കേക്കുന്നില്ല. ഹലോ ആന്റി, അഖിലേക്കില്ലേ, ഒരു കാരണവശാലും ടോണിക്ക് കൊടുക്കുന്നത് നിർത്തരുത്. തൃച്ചംബരത്തിന്റെ തകർച്ച കൂട്ടത്തോടെ ആവണം. അത് ഞാൻ ഏറ്റു. നമ്മുടെ ലക്ഷ്യം മറന്നു പോകരുത്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നീ ലക്ഷ്യത്തിലെത്തുമ്പോഴാ എന്റെ വിജയം. ഹലോ ഹലോ. പ്രിയങ്ക ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം.
ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു കമ്പനിയിൽ ജോലിക്ക് പോവാം. എന്റെ പെണ്ണിന്റെ സങ്കടം കണ്ടിട്ടല്ല പോകേണ്ടത്. ഈ മുഖത്ത് 1000 ചെമ്പരത്തി പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ട് വേണം പോവാൻ. അമ്മേ, എന്റെ വല്യുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അമ്മേ? കണ്ണടച്ച കാതിലൊരു തരം നിലവിളികളെ കേൾക്കണേ. മനസ്സില് വെള്ള പുതച്ച രൂപങ്ങൾ. എന്താ അമ്മ ഇതൊക്കെ? ഒരു വിധവയായിട്ട് ജീവിക്കാനാണോ എന്റെ വിധി? വിധവയുടെ വെള്ള വസ്ത്രം ധരിച്ച് ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ ഞാനുണ്ടാവില്ല. വല്യുഞ്ഞില്ലാതെ ഈ ലോകത്ത് എനിക്ക് പറ്റില്ല അമ്മേ. വല്യുഞ്ഞിന്റെ ശബ്ദമില്ലാതെ, ഗന്ധമില്ലാതെ ഈ ചുവരുകൾക്കുള്ളിൽ എനിക്ക് ശ്വാസം മുട്ടുക. ഇനിയും കാത്തിരിക്കാൻ വയ്യമ്മ. എനിക്കെന്റെ വല്യുഞ്ഞിനെ കാണണം. എനിക്കെന്റെ വല്യുഞ്ഞിനെ വേണം. എനിക്കെന്റെ വല്യുഞ്ഞിനെ വേണം. എനിക്കെന്റെ വല്യുഞ്ഞിനെ വേണം. പുത്രവിയോഗത്തിലിരിക്കുമ്പോഴും ഫോണും. ഇന്ന് ഉപവാസം തന്നെയാണെന്നാ തോന്നുന്നത്. ഈശ്വരാ, പ്രിയങ്ക പറഞ്ഞതുപോലെ ഇന്ന് ടോണിക്ക് കൊടുക്കാൻ പറ്റൂ? എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ചേച്ചി, ചേച്ചി, ചേച്ചിയെ ആർക്കറിയാൻ വയ്യെങ്കിലും ഈ മനസ്സ് എനിക്കറിയാം. ദേ നോക്ക്, ആനന്ദിനൊന്നും സംഭവിക്കില്ല. അവൻ 2-3 ദിവസത്തേക്ക് അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എങ്ങാനും പോയതായിരിക്കും. ആദ്യം എങ്ങനെയെങ്കിലും ആഹാരം കഴിപ്പിക്കണം, എന്നാലേ ടോണിക്ക് കൊടുക്കാൻ പറ്റൂ. ചേച്ചി, ചേച്ചിയെ കാണാതെ ആനന്ദിന് ഇരിക്കാൻ പറ്റില്ല. അവനിങ്ങ വരും.
ശ്ശോ. ദേ ആഹാരമൊക്കെ ആഹാരമൊക്കെ കഴിച്ചല്ലോ. അയ്യോ, സമാധാനായി. ചേച്ചി ഒന്നും കഴിക്കാതിരുന്നപ്പോ എനിക്ക് തൊണ്ടേന്ന് ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. ആ ജയന്തി എന്നോട് ചോദിക്കുക, ആന്റി 2 ദിവസം കൊണ്ട് അങ്ങ് മെലിഞ്ഞു പോയല്ലോന്ന്, ആന്റി എന്താ ഒന്നും കഴിക്കുന്നില്ലെന്നൊക്കെ. എനിക്ക് സ്വന്തം കൂടെപ്പിറപ്പല്ലേ ചേച്ചി. കൂടെപ്പിറപ്പ് പട്ടിണിക്കിരിക്കുമ്പോ എനിക്ക് എങ്ങനെയാ കഴിക്കാൻ പറ്റാ? ഇനി വേണം എനിക്കും പോയി എന്തേലും കഴിക്കാൻ. വിശന്നിട്ടേ തലയാണെങ്കി അങ്ങോട്ട് കറങ്ങുവാ. ചേച്ചി, ദേ ഈ ടോണിക്ക് കുടിക്കും. 2 ദിവസമായിട്ടേ എനിക്കിതങ്ങ് എടുത്തു തരാൻ പോലും പറ്റിയില്ല. ആനന്ദിനെ കുറിച്ച് ആലോചിച്ചിരുന്ന് ഞാനും അങ്ങ് മറന്നുപോയി. ദാ കുടിക്ക്. ജയന്തി, എന്റെ റൂമിലേക്ക് ഇത്തിരി ഭക്ഷണം എടുത്തോ നീ. ലൈറ്റായിട്ട് മതി കേട്ടോ. അഖിലേ, പുത്രവിയോഗത്തിൽ കാട്ടുതീയിലൊന്നും അകപ്പെടണ്ട. തൃച്ചംബരത്തൊരുക്കും നിനക്കുള്ള ചിത. ചേച്ചി കിടക്കാൻ നോക്ക്. വെറുതെ ഓരോന്ന് ആലോചിച്ച് ഉറക്കം ഇളക്കണ്ട. ആനന്ദിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അല്ല, സംഭവിക്കയില്ല. ചേച്ചി സമാധാനായിട്ട് കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. പിന്നെ അവൻ ഇനി മടങ്ങി വരാനൊന്നും പോകുന്നില്ല. ജീവിച്ചിരുന്നാലല്ലേ വരാൻ പറ്റൂ. പാവം. പുത്രദുഃഖത്താൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നും വരാം. പോരാ, ഒട്ടും പോരാ. നടപ്പിന് വേഗത കൂട്ടണം. വേഗം നടക്കടാ. എന്റെ വിളപ്പുറത്തമ്മേ, ഈ ഓപ്പോളമ്മ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാൻ ഞാൻ എന്ത് വഴിപാടാ കഴിക്കേണ്ടേ? എന്താടാ എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ ഒരു ആലോചന? എടാ, ഇതിനെ പ്രഭാത സവാരി എന്നാണ് പറയുന്നത്. നിന്റെ തടിയൊന്ന് കുറയട്ടെ. നടക്ക്. ആമ്പിള്ളേരായാൽ പഠിത്തം കഴിഞ്ഞ് നല്ല കായിക ശേഷി ഉണ്ടാക്കിയെടുക്കണം. പണ്ടത്തെ കാലത്തെ പള്ളിക്കൂടത്തിന് വന്നാൽ പിടിപ്പത് ജോലിയാ. ഓരോ വീട്ടിലും 3-4 പശുക്കൾ കാണും.
അതിന് പുല്ല് പറിക്കണം, പിണ്ണാക്ക് കലക്കി കൊടുക്കണം. പിന്നെ അന്നത്തെ കുട്ടികൾ കളിക്കുന്നതേ നീയൊക്കെ കളിക്കുന്ന പോലെ മൊബൈലിൽ കുത്തിയിട്ടല്ല. ഓലപ്പന്ത്, സാറ്റ് കളി, കബഡി കളി, കുട്ടിയും കോലും കളി. ഇതൊക്കെ കളിക്കണമെങ്കിലേ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് പിള്ളേർക്ക് പറ്റില്ല. നല്ല ആരോഗ്യം വേണം. രാവിലെ നടത്തിക്കുന്നതും പോരാ, ഒടുക്കത്തെ തള്ളും കൂടെ കേക്കണം. എടാ ഗണപതി, കൈവീശി നടക്കടാ. ആ കുംഭയൊക്കെ ഒന്ന് ഇളകട്ടെ. ഓക്കെ. എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്റെ ഈ തട്ടിപ്പൊന്നും ഞാൻ സമ്മതിക്കൂല. 1 മാസം കൊണ്ട് നിന്റെ ഈ തടി ഞാൻ കുറച്ചെടുക്കും. വലിച്ചു വാരി തിന്നാനും ഞാൻ സമ്മതിക്കില്ല. അയ്യോ, നിന്നെ ശരിയാക്കി എടുക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഞാനിപ്പോ വരാം. അയ്യോ, ഞാൻ അകത്തേക്ക് പോകുന്ന തക്കം നോക്കി നീ നടപ്പങ്ങാനും നിർത്തിയാൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അയ്യോ, ഇടിവെട്ടിയാനെ പാമ്പ് അടിച്ചെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അതെന്തായാലും സംഭവിച്ചു. ഈ മുറ്റം പോലീസ് പരേഡ് ഗ്രൗണ്ട് ആക്കിയിരിക്കാ ചേച്ചി ഈ ഓപ്പോളമ്മ. എനിക്ക് ഒരു റെസ്റ്റും തരുന്നില്ല. പതുക്കെ പറ, ഓപ്പോളമ്മ കേക്കും. ഈ ഓപ്പോളമ്മ വന്നിരിക്കുന്നതേ. അയ്യോ, ദേ വരുന്നുണ്ട്. നീ നടക്കാൻ നോക്ക്. എന്താടാ നടത്തം നിർത്തിയത്? എന്താടി ഇവിടെ? നിനക്കകത്ത് ജോലിയൊന്നുമില്ലേ? നീ എന്താടി ദുഃഖപുത്രി കളിക്കുകയാണോ? ദേ, ഇവിടെ അത്തരം പരിപാടികളൊന്നും വേണ്ട. കളഞ്ഞിട്ട് പോയവന് നിന്നെ വേണമെന്ന് തോന്നിയാൽ തിരികെ വരും. പോയി അടുക്കളയിൽ ചെന്ന് വായിക്ക് രുചിയായി വല്ലതും ഉണ്ടാക്കാൻ നോക്കും. ഇങ്ങ് വാടാ. ദേ, നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞതാ, കല്യാണിയോട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞാൽ പറയുന്നതിന്റെ അന്ന് പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് നീ എന്റെ കൂടെ വരും. ചെല്ല്, ആ റൗണ്ട് പൂർത്തിയാക്ക്. ചെല്ലടാ. നടക്കടാ. നോവിച്ചവരോടുള്ള കണക്ക് തീർക്കലാണ് ആനപ്പകയും പാമ്പിന്റെ പ്രതികാരവും. കൊത്തുന്നതിനും കൊമ്പ് കോർത്ത് കൊല്ലുന്നതിനും വിട്ടുവീഴ്ചയില്ല. ജനമേ ജയ മഹാരാജാവ് ഇനി പുനർജനിച്ച് സർപ്പസത്രം നടത്തിയാലും നാഗമടത്തുകാർക്ക് ഒരു പ്രശ്നവുമില്ല. പറനാഗവും അഞ്ചരമണി നാഗവും നാഗമടത്ത് പരദേവതകൾക്കൊപ്പം സംരക്ഷണമൊരുക്കുമ്പോൾ നമുക്കെതിരെ ആരുടെയും ഒരു വിരൽ പോലും ഉയരില്ല. ഭാവിയിൽ ചരിത്ര വിദ്യാർത്ഥികൾക്കൊരു പാഠമാകണം നാഗമടത്ത് വംശാവലി. പാമ്പ് കടിച്ചാൽ മാത്രം പോരാ, 1000 വജ്രസൂചികൾ തറച്ചുകയറുന്ന വേദനയിൽ അതിന്റെ വിഷം സിരകളിൽ നിന്ന് ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും ഇരച്ചു കയറി അങ്ങനെ ശത്രു മാരക വേദനയിൽ പിടഞ്ഞു മരിക്കണം. എങ്കിലേ പാമ്പിനെ ഭയമുണ്ടാവും. തൃച്ചംബരത്തുകാരുടെ പേടി സ്വപ്നമായി മാറണം നാഗമഠം. മാറ്റണം. തൃച്ചംബരത്തുകാരോട് ഒരു സന്ധിയും നമുക്കില്ല അങ്കിൾ. ഗിരിരാജവർമ്മയുടെയും പ്രിയങ്കയുടെയും ഗംഗയുടെയും ഒക്കെ ജീവിത ലക്ഷ്യമാണത്. അതെ, ഓടിപ്പോരെങ്കിൽ ഓടിപ്പോര്. തൃച്ചംബരത്തിന്റെ ഓരോ തൂണുകളും തകർന്നു വീഴണം. ഇപ്പോൾ ആനന്ദെന്ന നെടുന്തൂൺ,
അവൻ വീണപ്പോഴേ തൃച്ചംബരം ആടി ഉലയുകയാണ്. ഇതാണ് അവസരം. ഇനിയാണ് ആക്രമണം വേണ്ടത്. അത് 4 ഭാഗത്തു നിന്നുണ്ടാവണം. നേരിട്ടല്ലാതെ വേണം പട നയിക്കാൻ.